പ്രമോദ് പപ്പന്റെ പുതിയ സംരംഭമായ സ്റ്റാർ മാർഷലിന് എല്ലാ വിജയാശംസകളും. പ്രമോദ് പപ്പൻ സ്റ്റാർ മാർഷൽ. ഫാഷൻ മലയാളിയുടെ നിത്യജീവിതത്തിന്റെ ഭാഗമല്ലാതിരുന്ന 90കളുടെ ആരംഭത്തിലാണ് ലെൻസ്മെൻ ഷർട്ടുകൾ പുതിയൊരു അഭിരുചിയുടെ നിറക്കൂട്ടുമായി കേരളത്തിൽ അവതരിക്കുന്നത്. ഡിസൈനിങ്ങിലെ മേന്മയും വ്യത്യസ്തതയും വളരെ വേഗം ഈ ഷർട്ടുകളെ യുവാക്കളുടെ പ്രിയ വസ്ത്രമാക്കി മാറ്റി. സിനിമാ താരങ്ങളായിരുന്നു ലെൻസ്മെൻ ഷർട്ടുകളുടെ ആരാധകരിൽ ഏറെയും. വെള്ളിത്തിരയിലെ ഭ്രമിപ്പിക്കുന്ന മുഖങ്ങൾ ഈ ഷർട്ടുകളുടെ ഗുണഭോക്താക്കളായി. വിപണിയിലെ തരംഗമായി മാറിയ ലെൻസ്മെൻ ഷർട്ടുകൾക്ക് പിന്നിലെ ഹൃദയം ഈ സഹോദരന്മാരുടേതായിരുന്നു. പിൽക്കാലത്ത് നിശ്ചല ഛായാഗ്രാഹകരായും സംവിധായകരുമായി പ്രശസ്തരായ പ്രമോദ് പപ്പന്മാരുടേത്. നിശ്ചല ഛായാഗ്രഹണത്തിൽ നിന്നും അഭ്രപാളിയിലേക്കുള്ള യാത്രയിലെ ഒരു ഇടത്താവളമായിരുന്നു ഈസ്റ്റ് കോസ്റ്റിനു വേണ്ടി പ്രമോദ് പപ്പൻ സംവിധാനം ചെയ്ത മിതാദ് എന്ന വീഡിയോ ആൽബം. കേരളത്തിലെ വീഡിയോ സംസ്കാരത്തിന് തുടക്കം കുറിച്ച ഈ ആൽബം ആ ശാഖയിലെ ഒരു റെഫറൻസ് വീഡിയോ കൂടിയാണ്. ഇടപെടുന്ന മേഖലകളിൽ നവീനമായ കൈമുദ്രകൾ പതിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്ന ഇവരുടെ മനസ്സിൽ എന്നും സിനിമ മാത്രമായിരുന്നു. സിനിമയോടുള്ള ഒടുങ്ങാത്ത അഭിനിവേശം ജോക്കർ എന്ന സിനിമയിൽ നിശ്ചല ഛായാഗ്രാഹകരാകാനുള്ള അവസരമൊരുക്കി. അകാലത്തിൽ അന്തരിച്ച പ്രതിഭ ശ്രീ ലോഹിതദാസ് ആയിരുന്നു ഈ അരങ്ങേറ്റത്തിന്റെ സൂത്രധാരൻ. തുടർന്ന് 1/2 ഡസനോളം ചിത്രങ്ങൾ. സിനിമയിലെ ഛായാഗ്രാഹക ജീവിതം പുതിയ സൗഹൃദങ്ങൾക്ക് വഴി തുറന്നു. മെഗാസ്റ്റാർ മമ്മൂട്ടിയുമായുള്ള അടുപ്പം ഒരു പുതിയ സിനിമയുടെ സംവിധാനത്തിലേക്ക് ഇരുവരെയും എത്തിച്ചു. വജ്രം, അതായിരുന്നു സിനിമ. മമ്മൂട്ടി നായകനായ ഈ സിനിമ പുതിയ സംവിധായകരുടെ വരവറിയിച്ചു. വ്യത്യസ്തതയായിരുന്നു പ്രമോദ് പപ്പൻ ചിത്രങ്ങളുടെ പ്രത്യേകത. തുടർന്ന് തസ്കരവീരൻ, എബ്രഹാം ലിങ്കൺ, ബ്ലാക്ക് സ്റ്റാലിയൻ, ബാങ്കോക്ക് സമ്മർ, മുസാഫിർ എന്നീ ചിത്രങ്ങൾ. സാങ്കേതിക തികവിന്റെ കുടമാറ്റങ്ങളായി ഓരോ ചലച്ചിത്ര സൃഷ്ടിയും പരിണമിച്ചു. ചടുല വേഗങ്ങളുടെ പ്രചണ്ഡത ഓരോ സിനിമയും നിലനിർത്തി. എ പ്രമോദ് പാപ്പനിക് അപ്രോച്ച് എന്ന തലവാചകത്തോട് നീതി പുലർത്തി എല്ലാ ചലച്ചിത്രങ്ങളും. കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കപ്പെട്ട ഈ സിനിമകളിൽ പലതും ചിത്രീകരിച്ചത് പൂർണ്ണമായും വിദേശ രാജ്യങ്ങളിലായിരുന്നു. മികച്ച സംഘാടകർ കൂടിയായിരുന്നു പ്രമോദ് പപ്പൻ. കേരളത്തിലും വിദേശത്തുമായി നടന്ന പല സ്റ്റേജ് ഷോകളിലും ഇവരുടെ സാന്നിധ്യം നിർണായകമായി. എൻ്റെ ആദ്യത്തെ രാമു കാര്യാട്ട് അവാർഡാണ്. എൻ്റെ ആദ്യത്തെ ബെസ്റ്റ് ആക്ടർ അവാർഡാണ്. ഇത് ഒരു ജനകീയ അവാർഡാണ്. താരസംയോജകർ എന്ന നിലയിലും ഇവർ തിളങ്ങി. ബോളിവുഡ് താരം ഷാരൂഖ് ഖാനെ കേരളത്തിലെ ഒരു പ്രശസ്ത സ്ഥാപനത്തിന്റെ ഉദ്ഘാടകനായി എത്തിച്ചത് ഇവരായിരുന്നു. നവീനമായ ഒരാശയവും ഇവരെ സ്പർശിക്കാതെ കടന്നുപോകാത്തതും അതുകൊണ്ട് തന്നെ. പ്രമോദ് പപ്പൻ സ്റ്റാർ മാർഷലിന് എൻ്റെ എല്ലാവിധ ആശംസകളും. പ്രമോദ് പപ്പൻ സ്റ്റാർ മാർഷൽസിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. Hi, Star Marshals, the new venture by Pramod Papan. I wish you all the best. പ്രമോദ് പപ്പൻ സ്റ്റാർ മാർഷലിന് എൻ്റെ എല്ലാ ആശംസകളും. പ്രമോദ് പപ്പൻ സ്റ്റാർ മാർഷൽ എൻ്റെ എല്ലാവിധ ആശംസകളും. പ്രമോദ് പപ്പൻ സ്റ്റാർ മാർഷലിന് എൻ്റെ എല്ലാവിധ ആശംസകളും.
പ്രമോദ് പപ്പൻ സ്റ്റാർ മാർഷൽ എൻ്റെ എല്ലാവിധ ആശംസകളും. പ്രമോദ് പപ്പൻ സ്റ്റാർ മാർഷൽ ഇതിന് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. പ്രമോദ് പപ്പൻ സ്റ്റാർ മാർഷൽ എല്ലാവിധ വിജയങ്ങളും ആശംസിക്കുന്നു. കലയുടെയും കച്ചവടത്തിന്റെയും സമന്വയങ്ങളിൽ ഒരുപോലെ പ്രാഗൽഭ്യം കാണിക്കുന്ന ഇവർ വിവിധ സംരംഭങ്ങളിൽ വ്യാപൃതരാണ്. പ്രമോദ് പപ്പൻസ് സ്റ്റാർ മാർഷൽ.